ഹായ് നമസ്കാരം. ഇവിടെ അതിമനോഹരമായിട്ട് ഞങ്ങൾ ചെയ്ത ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിന്റെ വിഷ്വൽസ് നമുക്ക് കാണാം. ഈ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് പൂനൂരിനടുത്ത് ഉമ്മണികുന്ന് എന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ചെയ്തത് 3 നിലകളിലായിട്ട് 12,500 സ്ക്വയർ ഫീറ്റ് 12 യൂണിറ്റിലാണ് ഇവിടെ ഈ കൺസ്ട്രക്ഷൻ ചെയ്തത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മോടൊപ്പം ഇതിന്റെ ഓണർ അബ്ദുള്ളക്ക ഉണ്ട്. അതേപോലെ ഈ ബിൽഡിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും മേൽനോട്ട് വഹിച്ച് സാധിക്കാറുണ്ട്. ഇവര് നമ്മളോട് ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇവര് പറയുന്നതാണ്. ഹലോ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ പൂനൂരിനടുത്ത് ഉമ്മണികുന്ന് എന്ന സ്ഥലത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു 35 സെൻറ്റ് സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്ഥലം ഇങ്ങനെ കാലിയായിട്ട് വെറുതെ കിടക്കുന്ന ആ സമയത്ത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമ്മൾ റിട്ടേൺ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ആ രീതിയിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷനെ കുറിച്ച് ചിന്തിച്ചപ്പം നമുക്ക് കിട്ടിയ ഒരു റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മിസ്റ്റർ ബാസിത്തിനെയും അവൻ്റെ ക്രൂവിനെ ഞങ്ങൾ ബന്ധപ്പെടുന്നത്. അദ്ദേഹം തന്നെ ഈ വളരെ മോശം ഒരു അവസ്ഥയിലായിരുന്നു ഈ പ്രദേശം ഉണ്ടായിരുന്നത്. അവിടെ ഇത്രയും നല്ല ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതേപോലെ ഡ്രെയിനേജ്, മറ്റുള്ള വാട്ടർ ഫെസിലിറ്റി എല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തത്. അത് ഞാൻ നിങ്ങളൊക്കെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നമുക്ക് ഈ ബാത്റൂമൊക്കെ ഒന്ന് ചുരുക്കി ചെറുതാക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ അപ്പാർട്ട്മെൻറ്റ് അധികമായി ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. അതാണ് എന്നെ വലിയ രീതിയിൽ ഹോണ്ട് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു ചെറുതാക്കിയാൽ നമുക്ക് ചെറിയ കസ്റ്റമറേയും ഒരാളെയും കിട്ടാതെ വരും. അങ്ങനെയാണ് ഞങ്ങളൊരു പ്രീമിയം ക്വാളിറ്റിയിലേക്ക് തന്നെ ഇത് ഞങ്ങൾ അറേഞ്ച് ചെയ്തത്. പൂർണ്ണമായും ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ സഹകരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിൽ ഒരുപടി മുമ്പോട്ടായി നമുക്ക് ഈ ബിൽഡിങ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഈ ബിൽഡിങ് ഇങ്ങനെ കാണാനും ഇതിൻ്റെ ഉൾപ്രദേശത്തായതുകൊണ്ട് പോലും ഒരുപാട് ആളുകളൊക്കെ വരികയും ഇതൊക്കെ സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അപ്പാർട്ട്മെൻ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അവിടുത്തെ സൗകര്യങ്ങളൊക്കെ നമുക്ക് നേരിൽ കാണാം. ഇവിടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 4 യൂണിറ്റ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് അപ്പാർട്ട്മെന്റ് ആണ് ഇത്. ഇതിന്റെ സെൻട്രലാണ് സ്റ്റേ റൂം വരുന്നത്. ഇതിന്റെ റൈറ്റും ലെഫ്റ്റും അപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ പ്രൈവസി നല്ലതുപോലെ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ. ഇപ്പോൾ 2 സ്റ്റെയർ കൊടുത്തുകൊണ്ട് തന്നെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആണ് നമ്മളിത് അറേഞ്ച് ചെയ്തത്. എല്ലാവർക്കും ഒരു പ്രൈവസിയും പ്രധാനമാണ്. ഇതിന്റെ ഡിസൈൻ എന്ന് വെച്ചാൽ വളരെ മിനിമൽ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. വലിയ കോസ്റ്റ് വരാത്ത രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ നമ്മൾ ചെയ്തത്. എന്നാലും ഒരു നല്ല പ്രീമിയം ലുക്ക് കിട്ടുന്ന രീതിയിലാണ്. അതേപോലെ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. പിന്നെ 2 അപ്പാർട്ട്മെന്റ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഈ സ്റ്റെയർ കയറിയാൽ നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ കാണിക്കുക. ടോട്ടല് 12 അപ്പാർട്ട്മെന്റ് ആണുള്ളത്. അതിപ്പോ എല്ലാം നമുക്കിപ്പോ കാണിക്കൽ നടക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒരു അപ്പാർട്ട്മെന്റ് ആണ് നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇവിടെ ഇതാണ്. ഇതേപോലെ ഒരു വരാന്ത എല്ലാ അപ്പാർട്ട്മെന്റിനും കൊടുത്തേക്ക്. ജസ്റ്റ് ഈ വരാന്ത കഴിഞ്ഞാൽ മെയിൻ ഡോറാണ് വരുന്നത്. മെയിൻ ഡോർ കയറി വരുന്നത് ലിവിങ് റൂമിലേക്കാണ്. ഇത് നമ്മൾ ലിവിങ് റൂം ആയിട്ടാണ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടുത്തെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഇവിടെ ഹോസ്പിറ്റൽ നടക്കുന്നതുകൊണ്ട് അവരെ പർപ്പസ് അനുസരിച്ചാണ് ഇവിടെ സെറ്റ് ചെയ്ത്. ഈ ലിവിങ് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ ഏകദേശം 4 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്ത്. വെന്റിലേഷന് കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ്. നല്ലൊരു വീട് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തത്. അതേപോലെ ഇവിടെ മാസ്റ്റർ ബെഡ്റൂമാണ്. ബെഡ്റൂമൊക്കെ നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ്. ഇതേപോലെ അപ്പാർട്ട്മെന്റിലൊന്നും അങ്ങനെ സാധാരണ ഇത്ര വലുപ്പത്തിൽ സാധാരണ കൊടുക്കാറില്ല. ഇവിടെ ഡ്രസ്സിംഗ് റൂം ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ബാത്റൂമിനൊക്കെ നല്ല സ്പേസസ് ആയിട്ടാണ് ഇവിടെ ആഡ് ചെയ്തത്.
അതിനാണ് നമ്മൾ നേരെ കിച്ചണിലേക്ക് നമുക്കൊരു ആക്സസ് ഉണ്ട്. ഇതൊരു ഓപ്പൺ കിച്ചൺ പോലെയാണ് കൊടുത്തത്. കിച്ചൺ ആയിട്ട് ഇവിടെ അത്ര യൂസേജ് ഒന്നും ഇല്ല. ഇവിടെ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ കിച്ചണിന് വലിയ ഉപയോഗം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കിച്ചണിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇതും അതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തത്. ഇന്റീരിയർ മാറ്റി ചെയ്താൽ മതി. ഇന്റീരിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ നമുക്ക് ആ രീതിയിലേക്ക് തന്നെ ആ പർപ്പസിനെ നമ്മൾ യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഫുഡൊക്കെ പുറത്തുനിന്നാണ്. ഇവിടെ ഹോസ്പിറ്റലിന് ക്യാൻറ്റീൻ ഉണ്ട്. അതേപോലെ തന്നെ ഈ കിച്ചണിന് നേരെ ഒരു ബാൽക്കണി പോലെ കൊടുത്തേക്ക്. ഇതിപ്പോൾ നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് നോക്കിയാലും നല്ല അന്തരീക്ഷവും നല്ല ഓക്സിജനൊക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ മരങ്ങളൊക്കെ ഉണ്ട് പുറത്തോട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ക്ലയൻറ്റിനൊക്കെ വീണ്ടും ഇവിടേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ പല ആളുകളും ഇവിടെ വന്നവർ അവരെ കുടുംബക്കാരെയും അവരെ ഫാമിലീസിനെയും പല ആൾക്കാരും റെഫർ ചെയ്യാറുണ്ട്. ഒരു സൈലന്റ് ഏരിയ ആണ്, വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ശുദ്ധമായി ശ്വസിക്കാൻ നമ്മൾ പലപ്പോഴും ഇവിടേക്ക് വരാറുണ്ട്. പിന്നെ ഈ ഒരു ബാൽക്കണിയിൽ നല്ല ലെങ്ത് ഉള്ളത് കൊണ്ട് ഈ ഒരു ഭാഗത്ത് വാഷിംഗ് മെഷീനൊക്കെ വെക്കാം. ഈ 12 യൂണിറ്റിൽ ഒരേ രീതിയിലാണ് പ്ലാൻ സെറ്റ് ചെയ്തത്. അതാണ് ഒന്ന് കാണിച്ചാൽ മതി എന്ന് പറയാൻ കാരണം. ഈ അപ്പാർട്ട്മെന്റിന്റെ 2ാമത്തെ ബെഡ്റൂമാണിത്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ഹാപ്പിനെസ് തരുന്നൊരു ഭാഗം ഈ ബാത്റൂം. ഞങ്ങൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകളാണ്. വളരെ നാരോ ആയിട്ടുള്ള, കുളിക്കുന്ന സമയത്ത് ക്ലോസറ്റിൽ പോകുന്ന സമയത്ത് അവിടേക്കൊക്കെ വെള്ളം സ്പ്രെഡ് ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ നമ്മൾ ഗൾഫിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് തന്നെ. അത് ഏറ്റവും നല്ല സ്പേഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു. അത് നമ്മുടെ ഏറ്റവും വലിയ സേഫ്റ്റിയുടെ ഒരു പാർട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന് ബെഡ്റൂമിൽ നിന്നൊക്കെ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല വ്യൂ ഉള്ള ഒരു ഇതാണ്. ബാൽക്കണിയെ നോക്കിയാൽ അങ്ങ് കാണാം. ഇത് എല്ലാ അപ്പാർട്ട്മെന്റിലും ഇതേപോലെ ബാൽക്കണി നമ്മൾ കൊടുത്തേക്ക്. ഇതൊക്കെയാണ് ഇതിന് മറ്റു ഫ്ലാറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. സ്പേസ് അത്ര നമ്മളൊരു പ്രശ്നമാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് 3 സിറ്റ് ഔട്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സ്പേസ് നഷ്ടപ്പെടും എന്നൊക്കെയാണ് അദ്ദേഹമായിട്ട് പങ്കുവെച്ചപ്പോൾ അത് നമുക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇപ്പം കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്കും അത് ഫീൽ ചെയ്തത്. അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ മറ്റൊരു രൂപത്തിലായി പോകുമായിരുന്നു. അപ്പോൾ അതേപോലെ നമ്മുടെ സ്വന്തം സഹചാരിയായി നമ്മളോട് എല്ലാ സമയത്തും എൻ്റെ കൂടാണെന്ന്, ഞാൻ പുറത്താണ് എപ്പോഴെങ്കിലും ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ അളിയൻ സാദിഖ് അദ്ദേഹം അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കും. ഈ ബാൽക്കണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബാൽക്കണി അന്ന് ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ മുമ്പേ ചോദിച്ചെന്ന് പറഞ്ഞത് ഇത്രയൊക്കെ സ്പേസ് എന്തിനാണ്, ഓപ്പൺ ഏരിയ എന്നോട് ചോദിച്ചു. ആ സമയത്ത് പിന്നെ ബാസിത്ത് നിർബന്ധമായിട്ടും എന്റെ ഈ ഒരു പ്ലാനിൽ ഇങ്ങനെ തന്നെ വേണം, അത് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. കണ്ട സമയത്ത് ഞങ്ങൾക്ക് ഓൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും അത് ശരിയാണെന്നുള്ളത് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അല്ലെ, നമ്മൾ അന്ന് സംസാരിച്ച് നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്രീമിയം കസ്റ്റമർ ആണ് റെന്റ് കൊടുക്കാന്. അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് ബാൽക്കണി കാര്യങ്ങളൊക്കെ വേണം. അതേപോലെ എല്ലാ ബെഡ്റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ് വേണം. അപ്പൊ ബാത്റൂമിനൊക്കെ നല്ല സ്പേസസ് ആയിട്ട് തന്നെയാണ് നമ്മളെല്ലാം ചെയ്തത്. ബെഡ്റൂമും അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ പർപ്പസിന് കൊടുത്തിട്ട് പോലും അവരും വളരെ സന്തോഷത്തിലാണ്. ഇങ്ങനെ കേക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് പിന്നെ ബാൽക്കണി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാണ്. മറ്റൊരു കാര്യം, ഇത് ഈ അപ്പാർട്ട്മെന്റ് ടോട്ടല് ഒരു അപ്പാർട്ട്മെന്റിന് 900 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഏകദേശം 950 സ്ക്വയർ ഫീറ്റ്. അപ്പൊ അത്ര ഏരിയ വരുന്നതുകൊണ്ട് ഒരു വീട് എന്ന് തന്നെ പറയാം. ചുരുക്കി പറഞ്ഞ 12 വീടായിട്ട് തന്നെ നമുക്ക് അതേ നമ്മൾ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിക്ക്. 12 ആൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും അതിനുള്ള സ്പേസും നമ്മൾ ആഡ് ചെയ്ത്. നല്ല സ്പേസ് ഉള്ള മുറ്റുണ്ടല്ലോ. ടോട്ടൽ 35 സെന്റ് ആണെങ്കിലും എല്ലാം അത് വിശാലമായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത്. പ്രത്യേകമായിട്ട് പറയാനുള്ള ഇവിടുത്തെ ഒരു കിണറിന്റെ പ്രത്യേകതയാണ്. കാരണം വെള്ളത്തിന്റെ കാരണം നമ്മൾ ഈ പണി നടക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്നും ഉണ്ടാക്കിയൊരു കുഴി എടുത്ത് ചെയ്തായിരുന്നു. പക്ഷെ ഇതേപോലെയുള്ള അപ്പാർട്ട്മെന്റ് ഒക്കെ താമസത്തിന് ഏറ്റവും നല്ലത് ഇതേപോലെ സൈലന്റ് ഏരിയയിലാണ്.
വൈകുന്നേരങ്ങൾക്ക് നമുക്കിവിടെ വന്നിരിക്കാനും സായം സന്ധ്യകളൊക്കെ ഇവിടെ ചെലവഴിക്കാനൊക്കെ വലിയ സൗകര്യമാണ്. നല്ലൊരു തണുപ്പും പ്രത്യേക ഒരു തണുത്ത കാറ്റും, ഒന്നാമതൊരു ജലനിരപ്പ് ഇവിടെ ഉണ്ട്. എപ്പോഴും ഒരു മോയ്സ്ചറൈസ് ഫീലിംഗ് ആണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ, എനിക്കും ഒരുപാട് ബിൽഡിങ്ങുകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഒരു അന്തരീക്ഷം നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കാറുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് സമയത്ത് നമ്മൾ ബന്ധപ്പെട്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടായിട്ടാണ് ഞങ്ങൾ ബാസിത്തിനെയും അവൻ്റെ ക്രൂവിനെയൊക്കെ ഞങ്ങൾ എപ്പോഴും സമീപിക്കുന്നത്. ഒരു കൺസ്ട്രക്ഷൻ വർക്കോട് കൂടി തന്നെ ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തായി അദ്ദേഹം മാറിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ എല്ലാ ഫംഗ്ഷനിലും അദ്ദേഹത്തെ അറ്റൻഡ് ചെയ്യും. എല്ലാ പ്രസന്റ് പല ഒക്കേഷൻ സമയങ്ങളിലൊക്കെ ഞങ്ങൾ അദ്ദേഹത്തിന് ബന്ധപ്പെടാറുണ്ട്. അത് ഇതുകൊണ്ട് ഞങ്ങൾ കിട്ടിയൊരു അറ്റാച്ച്മെൻ്റ് ആണ്. ഇതും വലിയൊരു നേട്ടമായാണ്. നമ്മളൊരാൾ പരിചയപ്പെട്ടപ്പോൾ നമുക്ക് അദ്ദേഹം ചെയ്തു തന്ന നല്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് തന്നെ നമ്മൾ മണിയൊക്കെ സ്പെൻഡ് ചെയ്തെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആ പൊസിഷനും ബിൽഡിങ്ങൊക്കെ എത്തിക്കാൻ അദ്ദേഹത്തിന്റെ പങ്ക് നിസ്തുലമാണ്, നിസ്വാർത്ഥമാണ്. അതുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ല, നിങ്ങളെ വർക്കില്ലേ ഇപ്പൊ യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് ഇപ്പോ വില്ല പ്രൊജക്ട് ഇപ്പോ നമുക്ക് ഏകദേശം പ്ലാൻ ചെയ്യാണ്. അപ്പൊ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മളെ ഏൽപ്പിക്കുന്നത്. ഇതിന്റെ വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ അനിയന്മാരും അതേപോലെ ഞങ്ങളിപ്പോ യൂണിവേഴ്സിറ്റി ഒരു 40 വില്ലാസിന്റെ ഞങ്ങൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിന്റെ തൊട്ടടുത്തായിട്ട്. അതും ഇദ്ദേഹത്തിനെ തന്നെ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം ജനുവരിയോടെ നമ്മളൊരു ഡിസിഷൻ എടുക്കും. നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ആയപ്പോൾ നമ്മൾ അൽസാസ് നമ്മളെ ബന്ധപ്പെട്ടു. അവരുമായി ഒരു കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ബിസിനസ് നടത്തുന്നത്. ഇത് പോസ്റ്റ് മെറ്റേണിറ്റി സെൻ്ററാണ്. ഈ പ്രസവ ശുശ്രൂഷയെ ബന്ധപ്പെട്ട് മുമ്പ് നമുക്ക് സ്ത്രീകളൊക്കെ അവൈലബിലിറ്റി ഇപ്പം വളരെ കുറവാണ്. അതുകൊണ്ട് നല്ലൊരു പുതിയ ഒരു മോഡേൺ പർപ്പസ് അവർ ചിന്തിക്കുകയും നമ്മൾ അവരോടൊപ്പം ചിന്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ വന്നത്. ഏകദേശം തുടങ്ങിയ അന്ന് മുതൽ ഒരു വർഷത്തോളമായി ഇവിടെ ഹൗസ്ഫുള്ളായിട്ടാണ്. ഇവിടെ റൂം അവൈലബിൾ അല്ലാത്ത സിസ്റ്റം മാത്രമാണ് ഇന്ന് വരെ ഉണ്ടായത്. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ആൾക്കാർ കിട്ടുന്ന ഇതിൻ്റെ ഒരു ആനുകൂല്യം, ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല ഗേറ്റും സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ശുദ്ധമായ വാട്ടർ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ ഈ വാടകൻ്റെ കാര്യം ഇതേപോലെ നമ്മൾ ഇപ്പം തന്നെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, നിങ്ങൾ റിട്ടയർമെൻറ്റ് ലൈഫിലേക്കൊക്കെ നിങ്ങൾക്കൊരു ഇൻകം കിട്ടുന്ന രീതിയിൽ ഇനിയും ആരെങ്കിലും ഇതേപോലത്തെ നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ബിൽഡിങ്ങൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനും ബിൽഡ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാസിത്തിനെയും ക്രൂവിനെയും നിങ്ങൾക്ക് ധൈര്യമായി അപ്രോച്ച് ചെയ്യാം. അത് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. അല്ല, ഇതേപോലെ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് നമുക്ക് റെന്റ് എടുക്കാനും അതേപോലെ നിങ്ങൾ ബിൽഡിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ റെന്റ് ചെയ്യാനും, അതേപോലെ നിങ്ങൾക്ക് പോസ്റ്റ് സെയിലാണെങ്കിൽ അതും എല്ലാം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആളുകളുണ്ട്. ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് വിശ്വസ്തമായി സമീപിക്കാവുന്നതാണ്. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. നമുക്കുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിത് പറയുന്നത്. ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് അല്ല, ഈ ബിൽഡിംഗ് തന്നെ നമ്പർ കിട്ടുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ബുക്കായി പോയി. നമ്മൾ സെയിലായി വിചാരിച്ച് ഈ ബിൽഡിംഗ് ഞങ്ങൾ സെയിൽ ചെയ്യാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഓരോ അപ്പാർട്ട്മെന്റ് നമ്പർ കിട്ടുന്നതിൻ്റെ ഓരോ അപ്പാർട്ട്മെൻറ്റായി നമ്മൾ സെയിൽ ചെയ്യാനുള്ളൊരു പർപ്പസ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ അവർക്കുള്ളൊരു ഫ്രീഡവും ഒക്കെ നമ്മൾ പെട്ടെന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ അന്ന് ബിൽഡ് ചെയ്തത്. സെപ്പറേറ്റ് മറ്റുള്ള റൂംസായിട്ടൊരു ബന്ധപ്പെടാത്ത രീതിയിലാണ് നമ്മൾ അന്ന് കൺസ്ട്രക്ട് ചെയ്തത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് നമ്പറൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ഒരു നല്ല ടീം, വിശ്വസ്തമായ നമ്മുടെ അസീസ്കായുടെ അൽസാസ് അസീസ്കായും അൽസാസ് ക്ലിനിക്കിൻ്റെയും ഓണേഴ്സ് നമ്മളെ ബന്ധപ്പെടുകയും അവരുമായി നല്ല സമീപനം നമുക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ മറ്റേണിറ്റി, പ്രസവം ഇവിടെ അതേപോലെ വെൽനസ് ട്രീറ്റ്മെൻറ്റും ഇവിടെ നടത്തുന്നുണ്ട്. അതേപോലെ ഇവരെ വാർഷികത്തിന് ഇപ്പോൾ ഒരു 20% ഓഫർ കൊടുക്കുന്നുണ്ട്. അടുത്ത 2-3 മാസങ്ങളിൽ അത് നീണ്ടു നിൽക്കുക. ഈ പരിസര പ്രദേശത്തുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ശ്രമിക്കുകയും നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടിട്ട് ഈ ബിൽഡിങ്ങും ഈ ബിൽഡിങ്ങിൻ്റെ ഫെസിലിറ്റീസും സറൗണ്ടിങ്ങും ഒക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ബുക്കിങ്ങിലേക്ക് പ്രോസസ്സിലേക്ക് പോകാൻ കഴിയും. ഇതേപോലെ അപ്പാർട്ട്മെൻറ്റ് നമുക്കിപ്പോൾ KMCT ഉണ്ട്, അതേപോലെ കോടഞ്ചേരി, പൂനൂര്, ഒരുപാട് സ്ഥലത്ത് യൂണിവേഴ്സിറ്റിയിലും ഇല്ലേ. അവിടെയൊക്കെ അപ്പാർട്ട്മെൻ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അബ്ദുള്ളഖാൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം. അല്ലെ നമ്മളെ ബന്ധപ്പെട്ടാലൊക്കെ മതി. ഡെയിലി റെൻറ്റും ഉണ്ട്, മന്ത്ലി റെൻറ്റും ഉണ്ട്. രണ്ട് രീതിയിലുണ്ട്. ഒക്കെ നല്ല പ്രീമിയം സെറ്റപ്പുള്ള അപ്പാർട്ട്മെൻറ്റാണ്. നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. കുറേ സമയമായി ഇപ്പം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഇനിയും ഞങ്ങൾ നല്ല നല്ല വീഡിയോസുകൾ ഇനി ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക് യു.